യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിനെതിരെ ഇന്നിപ്പോൾ 3 കേസുകൾ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 2 കേസുകളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത കേസിൽ ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് ജയിലിൽ തന്നെ തുടരുകയാണ്. നാളെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. ഈ വിഷയം കൂടെ പരിശോധിക്കാം. നിഷാദ്, അതായത് ഒരു സർവ്വസാധാരണമായി പ്രതിപക്ഷാംഗങ്ങൾക്കൊക്കെ എതിരെ എടുക്കുന്ന ഒരു കേസാണ്, അതായത് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചും അതുമായി ബന്ധപ്പെട്ട കേസും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്. സർക്കാർ ഒരു പ്രതിപക്ഷ നേതാവിനോടൊരു പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവിനോട് അങ്ങനെ ഒരു മയവും വേണ്ട എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു തവണ ഇദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതേ വിഷയം സംസാരിക്കാൻ ഇവിടെ ഇരുന്നാണ്. അന്ന് നമ്മൾ അതിൻ്റെ പല സാധ്യതകളെക്കുറിച്ചും ആലോചിച്ചു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു എമേർജിംഗ് കോൺഗ്രസ് ലീഡറിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നിരയെ തന്നെ മൊത്തം ചടലമാക്കിയല്ലോ ഉണർന്ന്. ഇപ്പോൾ അവർ കേരളം മൊത്തം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ ഒരു രാഷ്ട്രീയമായ അബദ്ധം CPM ചെയ്യുമോ? പോലീസ് ചിലപ്പോൾ അവരുടെ അമിത ആവേശം കൊണ്ട് ചെയ്തിട്ടുള്ളതാവും, പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഇതങ്ങനല്ല. CPM തീരുമാനിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് നമ്മളിതാ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പോഴും അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. പുതിയ പുതിയ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. പണ്ട് കെ സുരേന്ദ്രനെ ശബരിമല പ്രക്ഷോഭകാലത്ത് ദീർഘകാലം ജയിലിലിട്ടതുപോലെ എങ്ങനെ പരമാവധി കാലം ഈ രാഹുലിനെ ജയിലിനകത്തിടാം എന്ന രാഷ്ട്രീയമായ തീരുമാനം സർക്കാർ എടുത്തതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ CPM എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, CMO എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഒരർത്ഥത്തിൽ സർക്കാരിൻ്റെ വിശദീകരണം ശരിയാണ്. ഇത്തരം പൊതുമുതലിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ ചെയ്താൽ കേസുണ്ടാവും. കേസുണ്ടാകുന്നതിൽ രാഹുലിൻ്റെ കൂടെ പ്രതി ചേർക്കപ്പെട്ട സമാനമായ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ആളുകൾ വേറെയുമുണ്ട്. അവർക്കെതിരെ കോടതി കുറ്റം ചാർത്തുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഹുലിനെ മാത്രമായിട്ട് വിട്ടുകളയാമോ? നാളെ കോടതി ഈ രാഹുൽ മാങ്കൂട്ടം ആരാണ്, അയാൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ, അയാൾ എവിടെയും ചോദിക്കുമല്ലോ, സമാന കേസിലെ പ്രതിയല്ലേ, അതുകൊണ്ട് അയാൾ സ്വാഭാവികമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാദം ശരിയാണ്. ഒന്ന്. രണ്ടാമത്തേത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം, സമരം എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് കേസുകളും അറസ്റ്റുകളും റിമാൻഡുകളും ജയിൽവാസവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് കണ്ടാവും. അതിനപ്പുറത്തേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രം, ബാക്കി കുറേ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ, രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രം ഈ വലിയ പ്രൊട്ടസ്റ്റും ബഹളം എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു സംഗതിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളെ പരമാവധിയിൽ കൈകാര്യം ചെയ്യുക എന്ന സമീപനം ഈ സർക്കാരിനുണ്ട്. പരമാവധിയിൽ കൈകാര്യം ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൂ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ നിങ്ങൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കും, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഒരു ഷൂ എറിഞ്ഞാൽ വധശ്രമത്തിന് കേസെടുക്കും എന്ന് മാത്രമല്ല, കണ്ണിക്കണ്ടവരൊക്കെ നിങ്ങളെ തല്ലി കൊല്ലാറാക്കും. വഴിയെ പോകുന്നവർ തല്ലും, പാർട്ടിക്കാർ തല്ലും, പോലീസ് തല്ലും, ഗൺമാൻ തല്ലും, സകല ആൾക്കാരും തല്ലും. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ പിന്നെ ആർക്കും എന്തും ആർക്കെതിരെയും ചെയ്യാം എന്നൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട നാടാണിത്. അപ്പോൾ ഇതാണ് കാപ്പ ചുമത്താനൊക്കെ ശ്രമിച്ചു മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാർക്കെതിരെ. അപ്പോൾ നമ്മൾ കാണുന്നത് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ നിലപാടുള്ള ഒരു പാർട്ടിയായിട്ടുള്ള CPIM ഭരിക്കുന്ന നാട്ടിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നിരന്തരമായി കേസെടുക്കും. കാരണം എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെയും ഭരണത്തിനെതിരെയും സംസാരിക്കുന്നവരെ സർക്കാർ ഒരു കവിഞ്ഞ ബോധത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാണ് രാഹുലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിചാരിക്കണം. പരമാവധി കേസുകളെടുത്ത് അയാളെ അകത്തിടുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമരമാണ്. ഈ ജനാധിപത്യ സമരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായ സമരമായിരിക്കണം, ആർക്കും ഒരു പരിക്കും പറ്റാൻ പാടില്ല, ഒരു കല്ലും വരാൻ എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു ഐഡിയലായിട്ടുള്ള സങ്കല്പമാണ്. അങ്ങനെയൊന്നും അല്ല. ഒരു സെക്രട്ടേറിയറ്റിലെ സമരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിലമുണ്ടാവും, ജലപീരങ്കി പ്രയോഗിക്കും, ചിലപ്പോൾ കല്ലെടുത്തെറിയും, അതൊക്കെ സ്വാഭാവികമാണ്. ഇതിനേക്കാൾ വലിയ പെട്രോൾ ബോംബ് എറിയുന്ന സമരങ്ങൾ നമ്മൾ തിരുവനന്തപുരത്ത് നഗരത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഒരു ഭീകര പ്രവർത്തനമാണ്, ഒന്നും വിചാരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ സമരങ്ങളുടെ ഒരു ചരിത്രം എടുത്താൽ സമരങ്ങൾക്കകത്ത് സ്വാഭാവികമായിട്ട് ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ചെയ്യുന്ന സമരത്തിനകത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ ഭീകരതയാണ്. ഭീകരത എന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് എറിഞ്ഞ് പൊട്ടി എന്ന് വെച്ചാൽ അതല്ല ഭീകരത. അതിനെ അന്ന് വിളിച്ചിട്ടില്ല ഭീകരത എന്ന്. പിന്നെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിക്കലാണ്. അപ്പം ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട്, മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന എല്ലാം ഭീകരത, രാജ്യവിരുദ്ധത, സംസ്ഥാന വിരുദ്ധത എന്ന നിലയ്ക്കൊക്കെ കാണുന്നതിൻ്റെ ഒരു തുടർച്ചയാണിത്. ഇത് ആത്യന്തികമായി പ്രത്യേകിച്ച് എന്തെങ്കിലും രാഹുലിനെ പോലൊരു ഭീകരനെ പിടിച്ച് ഈ സർക്കാർ അകത്തിട്ടല്ലോ, മികച്ച പോലീസിങ് എന്നാരും പറയാൻ പോകുന്നില്ല. പോലീസിൻ്റെ മികച്ച നടപടി രാഹുലിനെ അകത്താക്കിയല്ലോ എന്നൊരാളും സർട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഇത് രാഹുൽ ചെയ്ത സമരത്തിന് അവർക്ക് റീസൺ ഉണ്ട്. കാരണം എന്താണ്? അവരുടെ ജനാധിപത്യ രൂപിയായിട്ടുള്ള സമരങ്ങളെ കവിഞ്ഞ മാർഗത്തിൽ കൈകാര്യം ചെയ്തതിനായിട്ടുള്ള പ്രൊട്ടസ്റ്റായിരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനെയൊക്കെ സമരം ചെയ്യുക, ആ സമരത്തെ ഒരു കുറച്ചുകൂടെ ജനാധിപത്യ രൂപത്തിൽ കൈകാര്യം ചെയ്യുക. നിയമം പറഞ്ഞാൽ നിയമമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിയമം പറഞ്ഞാൽ നിയമം തന്നെയാണ്. പക്ഷേ നിയമവും ധാർമ്മികതയൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും പറയണം. ഇതിനകത്ത് കുറച്ച് അവൻ ജയിലിനകത്ത് കിടക്കട്ടെ, പുതുതായിട്ട് എമേർജ് ചെയ്യുന്ന ലീഡറാണ്, കുറച്ചും അധികം വർത്തമാനം പറയുന്നുണ്ട്, എങ്കിൽ കിടക്കട്ടെ എന്ന സമീപനമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണം കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് നോക്കാവുന്നതാണ് CM ഓഫീസിന്.
അജിംസ്, അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിച്ചാൽ മതിയോ, അതോ ജനാധിപത്യ സമരങ്ങളെ അത് പങ്കെടുക്കുന്ന പ്രവർത്തകരെ ഇങ്ങനെയൊക്കെ വേട്ടയാടേണ്ടതുണ്ടോ? അല്ല, ഈ വേട്ടയാടലിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് വീട് വളഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? മുമ്പ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് PC ജോർജിനായിരുന്നു. അപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പോലീസ് ബോധപൂർവം അതിക്രിയ ചെയ്യാൻ ഒരു ഓർഡർ പ്രകാരം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സർക്കാർ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചു, ഇപ്പോൾ അതിന് സർക്കാരിന് മറച്ചു വയ്ക്കാനൊന്നും ഇല്ലല്ലോ എന്നാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിത്തിൻ ഡേയ്സ് എന്താണ് വന്നത്? വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവുണ്ടെന്നുള്ളത് സർക്കാരിന് അറിയാം, സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്, അത് വാർത്തയായിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അതിലേക്കാൾ അപ്പോൾ എന്ത് ചെയ്യും? ഈ രാഹുലിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർ വലിയ സമരത്തിലേക്ക് നീങ്ങും. അപ്പോൾ ഇപ്പം ഇന്ന് എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പം ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള ആ വാർത്താ സമയം നമ്മുടെ 0 അവർ ശ്രദ്ധിച്ചാൽ എന്താണ് പ്രധാന വാർത്ത? എന്താണ്? കോഴിക്കോട്ട് വലിയ സംഘർഷം, റോഡ് ഉപരോധിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ. മലപ്പുറത്ത് സംഘർഷം, തൃശ്ശൂർ അടി, പത്തനംതിട്ടയിൽ അടി, എല്ലായിടത്തും എന്താണ് പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ആ പ്രൊട്ടസ്റ്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇന്ന് ആ പ്രൊട്ടസ്റ്റ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 കേസ് കൂടി എടുത്ത് അയാൾക്ക് ജാമ്യം കിട്ടാതെ പുറത്തിറങ്ങാൻ പറ്റാതെയാക്കി. എന്തുകൊണ്ടാണ് അത് സർക്കാർ ചെയ്യുന്നത്? ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? അതർവൈസ് ഇന്ന് ആ പ്രൊട്ടസ്റ്റ് ഇല്ല, രാഹുലിനെതിരെ കേസെടുത്തില്ല, ഇന്ന് വേറൊരു വാർത്തയില്ലെങ്കിൽ ഇന്ന് പ്രധാനമായും വരേണ്ട ഒരു വാർത്ത എന്താണ്? അല്ല, P രാജീവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഒരു മാപ്പ് സാക്ഷി മൊഴി കൊടുത്തിരിക്കുന്നു, ഒരു മന്ത്രിക്കെതിരെ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് കേന്ദ്ര ഏജൻസികളൊക്കെ വന്ന് അന്വേഷിച്ചു, പക്ഷേ ഏതെങ്കിലും മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയോ ആരെങ്കിലും എന്ത് കൊടുത്തിട്ടില്ല? മൊഴി കൊടുക്കുകയോ അങ്ങനെ മൊഴി, അവിടെ പ്രതിയാണ് മൊഴി കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരു മാപ്പ് സാക്ഷി മൊഴി കൊടുക്കുകയാണ്. ഇനി ആൾക്ക് ലോൺ കൊടുക്കാൻ പറഞ്ഞ് എന്നെ മന്ത്രി P രാജീവ് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു, അതല്ല ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നമുക്ക് ജില്ലാ സെക്രട്ടറി ആയിരിക്കും. എന്നാലും ഒരു മന്ത്രിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊരു വലിയ വാർത്തയാണ്. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, തെറ്റായ ആരോപണമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഒരു സർക്കാർ ഏജൻസി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അത് വലിയ വാർത്തയാവേണ്ടതാണ്. ആ സമയത്ത് എന്തുണ്ടായി? ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തലുണ്ടായി. ഇത് എല്ലാ കാലത്തും സർക്കാർ, ഇപ്പോൾ CPM അല്ലെങ്കിൽ LDF ഭരിക്കുന്നതുകൊണ്ടല്ല, എല്ലാ കാലത്തും കോൺഗ്രസ്സുകാർ ഭരിച്ചാലും UDF ഭരിച്ചാലും ഒക്കെ ചെയ്യുന്ന ഒരു ബേസിക് ലെവൽ പബ്ലിക് റിലേഷൻ എക്സസൈസാണ്. അതിനുവേണ്ടിയാണ് ഈ മാധ്യമ ഉപദേഷ്ടാക്കൾ ആർക്കുള്ളത്? മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുക. അവരുടെ പണി പ്രധാനപ്പെട്ട പണിയാണ്. അതിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി എന്താണ്? ഇത്തരം കാര്യങ്ങളെ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാന പണിയാണ്. സർക്കാരിനെതിരായിട്ട് വരാൻ പോകുന്ന വാർത്തകളെ അവർ മാനേജ് ചെയ്യും, ഇല്ല തമസ്കരിക്കുകയല്ല, മാനേജ് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ വാർത്തയാണെങ്കിൽ ഇവിടെ ഒരു വലിയ വാർത്ത വെച്ച് ഈ വാർത്ത ചെറുതായി കളയുന്ന പണിയാണ് നടക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തലിനെ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ TV വന്നിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ CPM-നെതിരെ വലിയ വാർത്ത കിടക്കട്ടെ എന്നൊരു ലക്ഷ്യം കൂടി അതിലുണ്ടാവാം. പക്ഷെ അതിലും വലിയ ലക്ഷ്യം എന്താണ്? മീഡിയ മാനേജ്മെൻറ്റാണ്. അത് വളരെ വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ കുറേ തല്ലുകൊള്ളുന്നുണ്ട്, ചില പീരങ്കി പ്രയോഗം നടക്കുന്നുണ്ട്. അതിനിടയിൽ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. ശരി.